ടൂറിസം വകുപ്പിനെയും മന്ത്രി മുഹമ്മദ് റിയാസിനെയും നിയമസഭയിൽ വിമർശിച്ച് കടകംപള്ളി സുരേന്ദ്രൻ. കഴക്കൂട്ടം മണ്ഡലത്തിലെ ആക്കുളം കായൽ പുനരുജ്ജീവന പദ്ധതിയെ ചൊല്ലിയാണ് വിമർശനം. പദ്ധതി നടപ്പാക്കാനുള്ള കരാറിൽ ഒപ്പിടാതെ ടൂറിസം വകുപ്പ് നിക്ഷിപ്ത താൽപര്യത്തോടെ മുന്നോട്ടു പോകുന്നുവെന്നായിരുന്നു വിമർശനം. എന്നാൽ കിഫ്ബി റിപ്പോർട്ട് പ്രകാരം മുന്നോട്ടു പോകുമെന്നായിരുന്നു മന്ത്രിയുടെ മറുപടി. ആക്കുളം കായലിന്റെ സംരക്ഷണത്തിനും ടൂറിസം വികസനത്തിനുമായി കിഫ്ബിയുടെ ധനസഹായത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ആക്കുളം കായൽ പുനരുജ്ജീവനവും നീർത്തട സംരക്ഷണവും പദ്ധതി. സർ, പദ്ധതി പൂർത്തിയാക്കിയ ശേഷം 15 വർഷത്തേക്കുള്ള ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസ് നിബന്ധനകൾ തയ്യാറാക്കാൻ കിഫ്ബി ആവശ്യപ്പെട്ടിരുന്നു. പകരം ചില നിക്ഷിപ്ത താൽപര്യങ്ങൾക്ക് വിധേയമായി യാതൊരുവിധ അനുമതിയുമില്ലാതെ ഒരു സ്വകാര്യ കൺസൾട്ടന്റിനെ ടൂറിസം വകുപ്പ് നിയമിച്ചു. ബഹുമാനപ്പെട്ട വകുപ്പ് മന്ത്രി സഭയ്ക്ക് നൽകിയ ഉറപ്പ് പോലും നാളിതുവരെ പാലിക്കപ്പെട്ടിട്ടില്ല. സ്വന്തം മണ്ഡലത്തിൽപ്പെട്ട ആക്കുളം കായലിന്റെ പുനരുജ്ജീവന പദ്ധതിയിൽ ടൂറിസം വകുപ്പ് കാണിക്കുന്ന മെല്ലെപ്പോക്കിനെ വിമർശിക്കുകയായിരുന്നു കടകംപള്ളി സുരേന്ദ്രൻ. പദ്ധതി അട്ടിമറിക്കാൻ നീക്കമെന്നാണ് വിമർശനം. എന്നാൽ ഇവ ഓരോന്നിനും മറുപടി പറയാതെ മന്ത്രി മുഹമ്മദ് റിയാസ് പൊതുവായ മറുപടിയാണ് നൽകിയത്. ആക്കുളവും അനുബന്ധ കായലുകളുടെയും നവീകരണം കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നടപ്പിലാക്കുന്നത്. പദ്ധതിക്ക് മന്ത്രിസഭായോഗം അംഗീകാരം നൽകുകയും കരാറുകാരെ തെരഞ്ഞെടുക്കുകയും ചെയ്തിരുന്നു. കരാറിൽ ഏർപ്പെടുന്നതിന് മുമ്പ് കരാർ വ്യവസ്ഥകൾ പരിശോധിക്കുന്നതിനായി കിഫ്ബിയുടെ മേൽനോട്ടത്തിൽ ടെക്നിക്കൽ കമ്മിറ്റി രൂപീകരിച്ചിരുന്നു. പരിശോധന വേഗത്തിൽ പൂർത്തിയാക്കി റിപ്പോർട്ട് ലഭിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുന്നതാണ്. നേരത്തെ മുഹമ്മദ് റിയാസിന് കീഴിലെ പൊതുമരാമത്ത് വകുപ്പിനെയും കടകംപള്ളി വിമർശിച്ചിരുന്നു. റിപ്പോർട്ടർ, തിരുവനന്തപുരം.